ശ്രീ വസന്ത്, അതാണ്. അതായത് PV അൻവറിന്റെ ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹം സ്വതന്ത്രനായി നിന്ന ഘട്ടത്തിലടക്കം പിടിച്ചിട്ടുള്ള വോട്ടുകൾ, അതിനുശേഷം എങ്ങനെയാണ് ഈ പാളയങ്ങൾ മാറി മറിഞ്ഞത് എന്നത് അടക്കമുള്ള വസ്തുതകൾ, ഇതൊക്കെ പരിശോധിച്ചാൽ സാധാരണ രാഷ്ട്രീയത്തിൽ അൻവർ മത്സരിക്കുന്നുവെങ്കിൽ അത് നേരത്തെ റഹ്മത്തുള്ള സൂചിപ്പിച്ചതുപോലെ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തുവാനുള്ള സാധ്യതയുണ്ട് എന്നത് ഒരു പൊതു നിഗമനമുണ്ട്. പക്ഷേ VD സതീശന് മാത്രം എന്താണ് ഇത്രമേൽ വലിയ ആത്മവിശ്വാസം ശ്രീ വസന്ത്? അല്ല, നോക്കൂ, ഇപ്പോ അൻവർ മുമ്പ് മത്സരിച്ച ചരിത്രം പറയുമ്പോൾ ഏറനാട് ചരിത്രമാണല്ലോ ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച അദ്ദേഹം പറഞ്ഞത്. അന്ന് ഏറനാട് മത്സരിക്കുമ്പോൾ PV അൻവർ ഉണ്ടാക്കുന്നത് 47,000 വോട്ടാണ്. അന്ന് LDFന്റെ ഒറിജിനൽ സ്ഥാനാർത്ഥി ഉണ്ട്, അതായത് LDF തുലനം ചാർത്തിയ ഒറിജിനൽ സ്ഥാനാർത്ഥി 2,700 വോട്ടാണ് അഷറഫ് അലി കാലിയത്തിന് കിട്ടുന്നത്. CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് CPM വോട്ടുകൾ മുഴുവൻ മറിച്ച് CPM വോട്ടുകൾ മുഴുവൻ CPM മറിച്ച് അൻവറിന് കൊടുത്തു എന്ന് CPI അന്ന് ആരോപിക്കുന്നുണ്ട്. പിന്നീട് പാവപ്പെട്ട CPIക്കാർക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അൻവറിന്റെ പോസ്റ്റർ ഒട്ടിക്കാനാണ് വിധി ഉണ്ടായത്. നോക്കൂ, അന്ന് തൊട്ട് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ അൻവർ പിടിച്ചതെല്ലാം ഇടതുപക്ഷത്തിന്റെ വോട്ട് തന്നെയാണ്. അത് CPM അനുഗ്രഹിച്ചു കൊടുത്തതുണ്ട്, CPM പാളയത്തിൽ നിന്ന് വന്നതുണ്ട്, CPMൽ പിണറായി സത്തിനെതിരായി വരുന്ന വോട്ടുകളുണ്ട്. ഇതെല്ലാം ഒരു ബഹുഭൂരിപക്ഷം വോട്ടും അൻവർ പിടിക്കുന്ന എല്ലാ വോട്ടും CPMന്റെയോ LDFന്റെയോ മാത്രം എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഏതാണ്ട് ഒരു 90% വോട്ടും അൻവറിന് കിട്ടാൻ പോകുക അൻവർ മത്സരിച്ചാൽ ആ തീരുമാനത്തിൽ അദ്ദേഹം തുടർന്നു പോയാൽ കിട്ടാൻ പോകുന്നത് LDFന്റെ വോട്ടാണ്. കാരണം രണ്ടാണ്. ഒന്ന്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അൻവറിന്റെ ഏതാണ്ട് 20,000-നോട് അടുത്തമുള്ള ഭൂരിപക്ഷത്തെ കുറച്ചുകൊണ്ട് വന്ന് 2,700 വോട്ടിൽ പിടിച്ചു കെട്ടാൻ UDFന് സാധിച്ചൊരു മണ്ഡലത്തെ പറ്റിയാണ് നിങ്ങൾ പറയുന്നത്. 2,700 വോട്ടിന്റെ അധികമാണ് അൻവറിന് അവിടെ കിട്ടിയിരുന്നത്. ഞങ്ങൾ അതിനെയാണ് നേരിടേണ്ടി വരിക. BJPയുടെ ഒരു 8,000 വോട്ടുണ്ട്. ആ 8,000 വോട്ട് ഇവർ ഓൾറെഡി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു CPM. അപ്പൊ ഒരു 10,000 വോട്ട്. പക്ഷെ അതാണോ അവിടുത്തെ അവസ്ഥ? ഈ 10,000 വോട്ടിനെ കവച്ചു വെക്കാൻ പറ്റുന്ന പോലെ, അല്ലെങ്കിൽ 15,000 വോട്ടിനെ കവച്ചു വെക്കാൻ പറ്റുന്നത് പോലുള്ള ആന്റി ഇൻകംബൻസി ആ മണ്ഡലത്തിൽ ഉണ്ടെന്നേ. എന്താ സംശയമുള്ളത്? ആ മണ്ഡലത്തോട് അടുത്ത് ചേർന്ന് കിടക്കുന്ന മണ്ഡലങ്ങളിലെ നാഷണൽ ഹൈവേ തകർന്നു പോകുമ്പോൾ അവിടെ ഫ്ലെക്സ് വെച്ചവരെ ഫെവിക്വിക്ക് ഒട്ടിക്കാൻ പോലും കാണുന്നുണ്ടോ? ഇല്ല. രണ്ട്, പിണറായി മരുമോനും ചേർന്നുള്ള ഒരു സെറ്റപ്പാണ് ഈ ഭരണമെന്നും ആ ഭരണത്തിൽ വലിയ മാഫിയ ബന്ധങ്ങൾ ഈ ഭരണത്തിന്റെ തടവിൽ വളർന്നു വരുന്നുവെന്നും അൻവർ വിളിച്ചു പറയുമ്പോ അതിനെതിരെ ആർക്കാണ് വോട്ട് ചെയ്യാൻ പറ്റുന്നത്? അതിനെതിരായി വോട്ട് ചെയ്യാൻ പറ്റുന്നത് UDFന് മാത്രമാണ്. അവിടെ ശ്രീ വസന്ത്, സാധാരണ നിലയിൽ നമുക്കറിയാമല്ലോ, ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഒരു മണ്ഡലത്തെ മാത്രം ബാധിക്കുന്ന ഒന്നാണ്. അതൊരു പൊതു ട്രെൻഡായി ഒന്നും മാറണമെന്നില്ലല്ലോ. ഇപ്പോൾ നിലമ്പൂർ താങ്കൾ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രിയോടോ അല്ലെങ്കിൽ സർക്കാരിനോടോ എതിരെയുള്ള വികാരം അത് വലിയ തോതിൽ പ്രതിഫലിക്കും. അങ്ങനെയൊക്കെയാണോ? പലപ്പോഴും നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 140 നിയമസഭാ മണ്ഡലങ്ങളുണ്ട് എങ്കിൽ അത് 140ലും കോൺഗ്രസ് ജയിക്കുക അങ്ങനെയൊന്നുമല്ലല്ലോ. നമുക്കറിയാം എത്ര വലിയ വിരുദ്ധ വികാരങ്ങൾ ഉണ്ടായാലും പല മണ്ഡലങ്ങളും കോൺഗ്രസ് ജയിക്കും, അല്ലെങ്കിൽ CPIM ജയിക്കും. അങ്ങനെയൊക്കെയാണല്ലോ പൊതുവെ ഒരു രാഷ്ട്രീയ ചിത്രം എന്നത്. അപ്പോൾ ഇതിന്റെ മുഴുവൻ പ്രതിഫലനവും ഉണ്ടാകും അവിടെ എന്ന് അനുമാനിക്കാൻ സാധിക്കുമോ? അതിൽ ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ കാലത്തുണ്ടായ ഉപതെരഞ്ഞെടുപ്പുകളുടെ ട്രെൻഡ് നോക്കണം. ആദ്യം ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് തൃക്കാക്കരയിലാണ്. തൃക്കാക്കരയിൽ ഞങ്ങളുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചാണ് ജയിക്കുന്നത്. പിന്നീട് പുതുപ്പള്ളിയിൽ ചരിത്രം കണ്ടിട്ടില്ലാത്ത ഭൂരിപക്ഷത്തിലേക്ക് ഞങ്ങൾ ജയിച്ചു. പുതുപ്പള്ളിയിൽ ചിഹ്നത്തിൽ മത്സരിച്ച, കാലങ്ങളായി അവിടെ പ്രവർത്തിക്കുന്ന ജെയ്സി തോമസിനെയാണ് പരാജയപ്പെടുത്തുന്നത്. പക്ഷേ ഇതൊക്കെ നിങ്ങളുടെ കുത്തക മണ്ഡലങ്ങളായിരുന്നില്ലേ? അല്ലെന്നേ, പറയാന്നേ, കുത്തക മണ്ഡലത്തിന്റെ കഥയാ പറയുന്നത്. പിന്നീട് ഞങ്ങൾ മത്സരിച്ചു പാലക്കാട് കുത്തക മണ്ഡലമായിരുന്നു ഞങ്ങളുടെ. അതൊരു സ്വിംഗ് സീറ്റ് അല്ലേ? പാലക്കാട് ഞങ്ങൾക്ക് ഏതാണ്ട് ഈ പറയുന്ന അൻവറിന് നേരത്തെ ഞാൻ പറഞ്ഞ 3000-ഓളമുള്ള ഭൂരിപക്ഷം, ഒരു ക്ലിയർ മജോറിറ്റി ഇല്ലാതെയാണ് കഴിഞ്ഞ തവണ ഞങ്ങൾ അവിടെ ജയിക്കുന്നത്. പക്ഷെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുന്നു. എന്തൊക്കെ പ്രചണ്ഡ പ്രചരണങ്ങൾ ഉണ്ടായി, ഏതൊക്കെ രീതിയിൽ ഞങ്ങളെ ആക്രമിച്ചു. ആ പെട്ടിയിൽ പണം വന്നു, ഈ വണ്ടിയിൽ പണം പോയി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ പ്രചരണങ്ങളായിരുന്നു. ആ പ്രചണ്ഡ പ്രചരണങ്ങളെയെല്ലാം ജനമെടുത്ത് പാലക്കാട് കോട്ടയുടെ വെളിയിലേക്ക് എറിഞ്ഞു കളഞ്ഞു. ഞങ്ങൾ അവിടെ വലിയ ക്ലിയർ മജോറിറ്റിയിൽ ജയിച്ചു. ഇനി അടുത്തൊരു മണ്ഡലമുണ്ടല്ലോ, അതേതാ? CPM. ആ മണ്ഡലവും സംസ്ഥാനവും രൂപം കൊണ്ടതിന് ശേഷം CPM തോറ്റിട്ടില്ലാത്ത മണ്ഡലം. ആ മണ്ഡലവും സംസ്ഥാനവും രൂപം കൊണ്ടതിന് ശേഷം 45,000-ൽ കുറഞ്ഞ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ CPM ജയിച്ചിട്ടില്ലാത്ത മണ്ഡലം. ആ മണ്ഡലത്തിൽ ഞങ്ങൾ 1/3 ഭൂരിപക്ഷത്തിലേക്ക് കൊണ്ടുവന്ന് കിട്ടിയില്ലേ? CPMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ UR പ്രദീപിനെ
പ്രദീപ് അവിടെ ജയിക്കുന്ന എത്ര വോട്ടിനാണ്? 3-1 ഭൂരിപക്ഷത്തിലേക്ക് ആ മണ്ഡലത്തിൽ, അതായത് CPM-ന്റെ പാർട്ടി കോട്ട എന്ന് പറയാവുന്ന മണ്ഡലത്തിൽ വിള്ളൽ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ലേ? നിങ്ങൾക്ക് യാതൊരു സംശയം വേണ്ട, അൻവർ പിടിക്കാൻ പോകുന്നത് എല്ലാ വോട്ടും LDF-ന്റേത് എന്നല്ല ഞാൻ പറയുന്നത്. അൻവർ പിടിക്കാൻ എന്തായാലും വസന്ത്, അൻവർ മത്സരിക്കട്ടെ എന്ന് തന്നെയാണ് ഇപ്പോഴും തീരുമാനം. ഇനിയിപ്പോൾ സതീശൻ പറഞ്ഞതാണോ അല്ലെങ്കിൽ അടൂർ പ്രകാശ് പറഞ്ഞതാണോ കോൺഗ്രസിന്റെ നിലപാട് എന്നതിലാണല്ലോ ഈ ചർച്ച കാണുന്നവർക്കും സംശയമുണ്ടാവുക. എന്താണ് സംശയം? അടൂർ പ്രകാശ്, രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ തുടങ്ങിയുള്ള കോൺഗ്രസിന്റെ UDF-ന്റെ ലീഡർഷിപ്പ്, അവരെല്ലാവരും മുമ്പോട്ട് വെച്ച ഒരു കാര്യമുണ്ട്, ഒരു പോയിന്റ് ഉണ്ടല്ലോ. ആ പോയിന്റിൽ ഞങ്ങളെല്ലാം ഒരുമിച്ചാണ്. ആ പോയിന്റ് ഏതാ? UDF ഔദ്യോഗികമായി ചേർന്ന് KPCC-യെ നിയോഗിച്ച്, KPCC നേതൃയോഗം തിരുവനന്തപുരത്ത് ചേർന്ന് പ്രതിപക്ഷ നേതാവിനെ PCC അധ്യക്ഷനെ നിയോഗിച്ച് അവരൊരുമിച്ച് എറണാകുളത്ത് യോഗം ചേർന്ന് ഒടുക്കം ഹൈക്കമാൻഡിന് കൈമാറി. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് അഖിലേന്ത്യാ പ്രസിഡന്റ് നേരിട്ട് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി അംഗീകരിക്കണം. ആ സ്ഥാനാർത്ഥി അംഗീകരിക്കാതെ എങ്ങനെയാ നിൽക്കാൻ പറ്റുക? അങ്ങനെ ഒരാൾക്ക് UDF-ൽ ചേർന്ന് LDF-ൽ നിൽക്കാൻ പറ്റുമോ? ഞാൻ LDF സ്ഥാനാർത്ഥി അംഗീകരിക്കുന്നില്ല, എനിക്ക് പക്ഷെ LDF-ൽ ചേരണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? UDF സ്ഥാനാർത്ഥി വന്നതിന്റെ ആദ്യ മണിക്കൂറിൽ LDF-ന്റെ പ്രതികരണമല്ല വന്നത് ശ്രീ അഭിലാഷ്. UDF സ്ഥാനാർത്ഥി വന്നതിന്റെ ആദ്യ മണിക്കൂറിൽ UDF നേതാക്കന്മാർ പ്രതികരിക്കുന്നതിന് മുമ്പ് PV അൻവർ ചാടി ഇറങ്ങി, സ്ഥാനാർത്ഥിയെ പറ്റില്ല, സ്ഥാനാർത്ഥിയെ കൊള്ളില്ല. അല്ല, ഇതിന് PV അൻവർ ഇപ്പോഴും UDF-ന്റെ ഭാഗമൊന്നുമല്ലല്ലോ, അപ്പോൾ സ്വാഭാവികമായും പ്രതികരിക്കാമല്ലോ. അല്ല, ആ അൻവറിന്റെ തന്നെ വാക്ക് കടമെടുത്താൽ ആ ഭാഗമാകാനുള്ള അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന ഒരാൾ സംയമനം പാലിക്കണ്ടേ? ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ മര്യാദ. അതാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. അതായത് താങ്കൾ പറയുന്നത് എന്താണ്? അൻവറിന് മുന്നിലെ വാതിൽ പൂർണ്ണമായും UDF അടച്ചു കഴിഞ്ഞു എന്നാണോ? അല്ല, ഇന്ന് തൃണമൂൽ കോൺഗ്രസിന്റേതായിട്ട് അവർ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ ഒരു പ്രസ് റിലീസ് വന്നിട്ടുണ്ട്. അങ്ങ് കണ്ടോ എന്ന് എനിക്കറിയില്ല. PV അൻവറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്ന ഒരാളെ ഇനി വാതിൽ തുറന്നിട്ട് സ്വീകരിക്കാൻ പറ്റുമോ? അല്ല, എങ്കിൽ പിന്നെ എന്താണ് ഈ വ്യത്യസ്ത അഭിപ്രായം കോൺഗ്രസിനകത്ത് ഉണ്ടാകുന്നത്? അല്ല, സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയമുണ്ടല്ലോ. അദ്ദേഹം സ്വമേധ ഒരു തീരുമാനത്തിലേക്ക് എത്തേ, അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിച്ചു. ഞാൻ വളരെ ക്ലിയർ ആണ്. ഇതിന്റെ അകത്ത് VD സതീശന്റെ, KC വേണുഗോപാലിന്റെ, ഈ പറയുന്ന അടൂർ പ്രകാശിന്റെ, സണ്ണി ജോസഫിന്റെ എല്ലാവരുടെയും നിലപാട് ഒന്നാണ്: UDF-ന്റെ സ്ഥാനാർത്ഥി അംഗീകരിക്കണം. UDF സ്ഥാനാർത്ഥി അംഗീകരിക്കുന്നു എന്നൊരു വാക്ക് പറഞ്ഞാൽ അൻവറിന് മുമ്പിൽ ഈ തുറന്നോ പാതി അടഞ്ഞു കിടക്കുന്നോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്ന വാതിൽ മലക്കെ തുറക്കും. അല്ല, UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി സ്വാഭാവികമായും എതിർ മത്സരിക്കുക തോൽപ്പിക്കാൻ വേണ്ടിയാണല്ലോ. UDF LDF സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാനാണ്. അപ്പോ UDF സ്ഥാനാർത്ഥിക്കെതിരായി അവിടെ മത്സരിക്കുന്ന ഒരാളെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. ആ വാതിൽ മലർക്കെ അദ്ദേഹത്തിന് നേരെ പൂട്ടിയടയ്ക്കും. അല്ല, അത് താങ്കൾ ഈ പറയുന്നത് അതായത് നിരൂപാധികം കീഴടങ്ങിക്കൊള്ളണം PV അൻവർ, അങ്ങനെയാണോ? അല്ല, അദ്ദേഹം വിളിച്ചു പറഞ്ഞതെല്ലാം തിരുത്താതെ പറ്റുമോ? ഇപ്പോൾ കൂടുതലല്ലേ. ഇന്നിപ്പോൾ ഷൗക്കത്തിനെതിരെയൊക്കെ അദ്ദേഹം പറഞ്ഞത് എന്തെല്ലാമാണ്, അതൊക്കെ ഇനി എങ്ങനെ തിരുത്താൻ പറ്റുന്നതാണ്? അല്ല, പിതൃതുല്യനാണ് പിണറായി വിജയൻ എന്ന് പറഞ്ഞിരുന്നിടത്ത് നിന്ന് സെക്സ് റാക്കറ്റ് നടത്തുന്ന ആളാണ് എന്ന് സരിനും അൻവറും പറഞ്ഞിട്ടുണ്ടല്ലോ. മാഫിയ സംഘമാണ് പിണറായിയുടെ ഓഫീസ്. അതായത് ഇനിയും ഈ പറഞ്ഞതെല്ലാം വിഴുങ്ങി വന്നാൽ മതി, അത് PV അൻവറെ ഉൾക്കൊള്ളും. അല്ല, തിരുത്തണം. രാഷ്ട്രീയ തിരുത്തലാണത്. അങ്ങനെ തിരുത്തി എത്രയോ പേരുണ്ട്. അല്ല, അഭിലാഷിന്റെ ആ ചോദ്യത്തിൽ ഒരു കാര്യം, അഭിലാഷിന്റെ ചോദ്യത്തിൽ ഒരു കുന്തമുനയുണ്ട്. ഞാൻ തിരുത്തൊരു കാര്യം ചോദിക്കട്ടെ ശ്രീ അഭിലാഷ്. പിണറായി വിജയന്റെ ഓഫീസിൽ സെക്സ് റാക്കറ്റ് നടക്കുന്നു എന്ന് കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാവ് പറയുന്നത് അങ്ങ് കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? സെക്സ് റാക്കറ്റ് നടക്കുന്ന മാഫിയ ഓഫീസാണ് പിണറായിയുടേത് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അത് പറഞ്ഞ ആളാണ് P സരിൻ. അത് പറഞ്ഞ ഒരാഴ്ചക്ക് ശേഷം ഈ പറയുന്ന പിണറായി വിജയനെ നേരിട്ട് പോയി കണ്ട് അദ്ദേഹത്തിന്റെ ആശീർവാദത്തോടു കൂടി പാലക്കാട് സരിനെ CPM-ന് മത്സരിപ്പിക്കാമെങ്കിൽ, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വാവിട്ട വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുത്താൽ സഹകരിപ്പിക്കുന്നതിനെ പറ്റി ആലോചിക്കും. അതാണ് ശ്രീ വിനയചന്ദ്രൻ.